2019 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ഡോസുക്കോയ് സുക്കേഹിറയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ജപ്പാനിലെ ഗ്രാമപ്രദേശമായ യാമനാസി ഏരിയ കാണിച്ചുകൊണ്ടാണ്. അവിടായിരുന്നു അയാൻ സുക്കേഹിറ എന്ന പെൺകുട്ടി താമസിച്ചിരുന്നത്. അന്നൊരു ദിവസം അവൾ തന്റെ പ്രിയപ്പെട്ട പശുവായ മോക്കോയുടെ പാല് കറന്നെടുത്തു. കാരണം ആ പാലുപയോഗിച്ച് അവൾക്കന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കണമായിരുന്നു. സ്കൂളിലെ ഒരു പയ്യനോട് അവൾക്ക് ക്രഷുണ്ട്. അവന് കൊടുക്കാനായിരുന്നു ആ ചോക്ലേറ്റ്. അയാന് മറ്റു 3 സുഹൃത്തുക്കളുണ്ട്. 3 പേരും അയാനെ പോലെ തടിച്ച പ്രകൃതമുള്ളവരാണ്. ചിഹിരോ ഷീന, അക്കി ഹോസോയ്, ഹരുന കൊമോരി എന്നായിരുന്നു അവരുടെ പേര്. സ്കൂളിൽ അവരുടെ ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത് തന്നെ ഫാറ്റ് 4 എന്ന വെളിപ്പേരിലായിരുന്നു. അവർ പരസ്പരം ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അയാൻ തന്റെ ക്രഷിന് ചോക്ലേറ്റ് കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞതും പതിവ് പോലെ അവർ സപ്പോർട്ട് ചെയ്തു. അത് അയാന്റെ അവസാന അവസരം കൂടിയായിരുന്നു. അവൾക്ക് ക്രഷുള്ള പയ്യൻ സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി പോവാൻ പോവുകയാണ്. അയാൻ തന്റെ ആദ്യ പ്രണയത്തിൽ വീഴുന്നത് രസകരമായ ഒരു സംഭവത്തിലൂടെയാണ്. ഒരു ദിവസം അയാൻ നടന്നു നീങ്ങി പോയിക്കൊണ്ടിരിക്കെ ഒരു വണ്ടിയിൽ വലിയൊരു ബുദ്ധ സ്റ്റാച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കെട്ടുപൊട്ടി സ്റ്റാച്ചു താഴെ വീണ് അയാന്റെ നേരെ ഉരുണ്ടുവരാൻ തുടങ്ങി. അയാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഭാഗ്യവശാൽ ഹയാട്ടോ മപൂച്ചി എന്നു പേരുള്ള ഒരു പയ്യനെത്തി അവളെ രക്ഷപ്പെടുത്തി. ഹയാട്ടോ അവളുടെ സ്കൂളിലെ സീനിയർ ആയിരുന്നു. അന്നു മുതലാണ് അയാന് ഹയാട്ടോയോട് പ്രണയം ആരംഭിക്കുന്നത്. ആ ഹയാട്ടോക്കാണ് ചോക്ലേറ്റ് കൊടുക്കാനായി അവൾ ശ്രമിക്കുന്നതും. ഒടുവിൽ അയാൻ ഹയാട്ടോയുടെ മുമ്പിലെത്തി ചോക്ലേറ്റ് നീട്ടി തന്റെ പ്രണയം അവനോട് തുറന്നു പറഞ്ഞു. പക്ഷേ ഹയാട്ടോ ആകട്ടെ ഡൊസക്കോയ് എന്ന് വിളിച്ച് അവളെ കളിയാക്കുകയും പ്രപ്പോസൽ റിജക്ട് ചെയ്യുകയുമായിരുന്നു ചെയ്തത്. ഡൊസക്കോയ് എന്നത് സുമോ ഗുസ്തിക്കാരുമായി ബന്ധപ്പെട്ട പേരാണ്. അയാന്റെ രൂപത്തെ അപമാനിക്കുകയായിരുന്നു ഹയാട്ടോ ആ നിമിഷം ചെയ്തത്. അതവളെ വല്ലാതെ ദുഃഖിതയാക്കി. അയാന്റെ സുഹൃത്തുക്കൾ അവളെ ആശ്വസിപ്പിക്കാനും മറ്റും ശ്രമിച്ചു. പക്ഷേ അയാന്റെ ദുഃഖം നീങ്ങിയിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളുടെ കൂട്ടുകാരി ഷീന വന്ന് നമുക്ക് ടോക്കിയോയിലെ ഒരു ബ്യൂട്ടി സലൂണിൽ പോയാലോ എന്ന തരത്തിൽ അയാനോട് സംസാരിച്ചു. വൈകാതെ അവർ ആ സലൂണിലെത്തി. അവിടെ വെച്ച് കുറാട്ട എന്ന വിളിപ്പേരുള്ള ആ സ്ഥാപനത്തിന്റെ ഓണറെ അവർ മീറ്റ് ചെയ്തു. അയാൻ മടിയോടെയായിരുന്നു സലൂണിൽ എത്തിയിരുന്നത്. ഷീന നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവൾ വന്നതാണ്. തന്റെ ശരീരഘടനയിലോ ഒന്നും അവൾക്കൊരു കോൺഫിഡന്റും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കുറാട്ട അവൾക്ക് പ്രചോദനം നൽകി. ട്രീറ്റ്മെന്റിനു ശേഷം അയാൻ ഒരുപാട് ആശ്വാസം തോന്നും എന്ന് പറഞ്ഞു. ആദ്യത്തെ ട്രീറ്റ്മെന്റ് മസാജിംഗ് ആയിരുന്നു. അയാൻ മസാജിങ്ങിന് വിധേയയായി. ആദ്യമായിട്ടായിരുന്നു അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് അയാന് ലഭിക്കുന്നത്. അവൾക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം അനുഭവപ്പെട്ടു. അയാൻ ഹെൽത്തിയറും ബ്യൂട്ടിഫുള്ളും ആകുവാൻ താൻ സഹായിക്കാം എന്ന് കുറാട്ട അന്ന് അവളോട് പറഞ്ഞു. ഒരാൾ പ്രണയത്തിലായാൽ അവരുടെ ജീവിതം തന്നെ മാറിമറിയും എന്നും ആ സമയം കുറാട്ട കൂട്ടിച്ചേർത്തു. പിന്നീട് കുറച്ച് വർഷങ്ങൾ തന്നെ കടന്നുപോയി. സ്കൂളിൽ നിന്നൊക്കെ ഗ്രാജുവേറ്റ് ആയി അയാൻ ഇറ്റലിയിലേക്ക് മൂവ് ഓൺ ചെയ്തു. അവളുടെ രൂപത്തിലൊന്നും അപ്പോഴും മാറ്റമുണ്ടായിരുന്നില്ല. ചോക്ലേറ്റിനെ ഒരുപാട് പ്രണയിച്ചിരുന്ന അവൾ ഇറ്റലിയാണ് ലോകത്തിൽ ഏറ്റവും മികച്ച ചോക്ലേറ്റുകൾ ലഭിക്കുന്ന ഇടം എന്ന് കരുതിയായിരുന്നു അങ്ങോട്ടേക്ക് മാറിയത്. അവിടുത്തെ മികച്ച ഒരു ചോക്ലേറ്റ് കടയിൽ അവൾ ജോലി നോക്കാനും തുടങ്ങി. തന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകൾ അവൾ മതിയാവോളം രുചിച്ചു. ഇറ്റലിയിൽ ആരും അവളെ ഡൊസക്കോ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നില്ല. അവളുടെ രൂപത്തെയും വിമർശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടു. ഇറ്റലിയിൽ അവൾക്ക് റൂംമേറ്റും ഫ്രണ്ടുമായി ഫ്രെഡ് എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. മേക്കപ്പിലൊക്കെ അതീവ താല്പര്യമുള്ള യുവാവാണ് ഫ്രെഡ്. ഫ്രെഡും ഒന്നിച്ച് ഇറ്റലിയിലെ ജീവിതം അയാൻ അടിച്ചു പൊളിച്ചു. അവനൊപ്പം ഇറ്റലിയുടെ പല ഭാഗങ്ങളും ചുറ്റിക്കണ്ടു. അവർ തമ്മിൽ അത്രമേൽ മികച്ച സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരിക്കൽ ചുറ്റിക്കറങ്ങുമ്പോൾ അയാൻ ഒരു അപകടം സംഭവിച്ചു. അപകടത്തിന് ശേഷം അയാൻ കുറച്ച് നാളുകൾ തന്നെ കോമയിൽ കിടന്നു. കോമയിൽ നിന്ന് ഉണരുമ്പോൾ തന്റെ രൂപം തന്നെ കണ്ട് അയാൻ ഞെട്ടിയിരുന്നു. പഴയതുപോലുള്ള ഓവർ ഭക്ഷണവും ചോക്ലേറ്റും ഒന്നും കഴിക്കാതെ അവൾ മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടിയായി മാറിയിരുന്നു. തൂങ്ങിച്ചാടിയ വയറിന്റെ തൊലി പോലും സർജറിയിലൂടെയായിരുന്നു നീക്കം ചെയ്തത്. മാത്രമല്ല ആക്സിഡന്റിൽ ഇഞ്ചുറി പറ്റിയ അയാന്റെ വയറിന്റെ കുറെ ഭാഗത്ത് സർജറി ചെയ്യേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് പഴയ പോലെ ഇനി അവൾക്ക് ഭക്ഷണം കഴിക്കാനും സാധിക്കില്ല. അതുകൊണ്ടിനി അവൾ ഒരിക്കലും പഴയ പോലെ തടിക്കാനും പോകുന്നില്ല. അയാൻ ഇപ്പോൾ കാണാൻ അത്രമേൽ സുന്ദരിയായിട്ടുണ്ട് എന്ന് ഡോക്ടർ അടക്കം പറഞ്ഞു. പക്ഷേ അയാന് എന്തോ കുറവ് തോന്നിയിരുന്നു. ജപ്പാനിലേക്ക് തിരികെ പോകുവാൻ അയാൻ തീരുമാനിച്ചു. അപകട വിവരം നാട്ടിലുള്ള അച്ഛനെയും അമ്മയെയും ഒരുപാട് ആദ്യ പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു ജപ്പാനിലേക്ക് തിരികെ പോവാൻ അവൾ തീരുമാനിച്ചത്. എയർപോർട്ടിൽ അവളുടെ സുഹൃത്തുക്കൾ അവൾക്കായി കാത്തു നിൽക്കാൻ തുടങ്ങി. പക്ഷേ വന്നെത്തിയ അയാനെ കണ്ടതും അവർക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇത്ര പെട്ടെന്ന് അയാന്റെ ബോഡി ഇങ്ങനെ ചേഞ്ചായി എന്ന് ഷീന അതിശയം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ അയാന്റെ പുതിയ ബോഡി ഷേപ്പ് കണ്ട് ചെറിയ അസൂയ പോലും ഉണ്ടായിരുന്നു.
ഇറ്റലിയിൽ നിന്ന് തിരികെ വന്ന ശേഷം എന്തു ചെയ്യും എന്നയാൻ ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫാം ഇപ്പോൾ നടത്തുന്നത് മൂത്ത ചേട്ടനും ചേട്ടന്റെ കുടുംബവുമാണ്. പാരന്റ്സ് അവളോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും അയാൻ മടിച്ചു നിന്നു. തന്റെ സുഹൃത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ഷീന അയാനെ താൻ ജോലി നോക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. പഴയ ആ മസാജിംഗ് സെന്ററിലായിരുന്നു ഷീന ഇപ്പോൾ ജോലി നോക്കുന്നത്. അവളുടെ ബോസായ കുരാട്ട ഷീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അയാനെ തിരിച്ചറിഞ്ഞ് അതിശയിച്ചു. പിന്നാലെ ഷീന അയാനെ തങ്ങളുടെ കൂടെ ജോലിക്ക് ഇവിടെ നിയമിക്കാമോ എന്ന് ചോദിച്ചു. പാലൊക്കെ കറന്ന് ഒരുപാട് ശീലമുള്ളതുകൊണ്ട് മസാജിംഗ് അവൾക്ക് എളുപ്പമായിരിക്കും എന്നും അവൾ കൂട്ടിച്ചേർത്തു. കുരാട്ടയും അതിന് സമ്മതിച്ചു. പിന്നാലെ തങ്ങളുടെ സലൂണിൽ ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് ക്ലയന്റുകൾ വരുമെന്നും അവരുടെ വിസിറ്റ് സീക്രട്ടാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെന്നും അവരുടെ സ്വകാര്യതയെ ഹനിക്കാൻ പാടില്ലെന്നും കുരാട്ട വ്യക്തമാക്കി. വൈകാതെ കിട്ടിയ ട്രെയിനിങ്ങിനൊടുവിൽ അയാൻ അവിടെ തെറാപ്പിസ്റ്റായി ജോലി നോക്കാൻ ആരംഭിച്ചു. ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും പാല് കറന്നുള്ള ശീലം കൊണ്ടും മറ്റും അവളുടെ തെറാപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ദൈവത്തിന്റെ കൈകൾ എന്ന തരത്തിൽ പെട്ടെന്ന് തന്നെ വിശേഷണം. അതുകൊണ്ട് തന്നെ ക്ലയന്റുകളുടെ അടുത്ത് നിന്ന് അവളെ തേടി എത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇമ്പോർട്ടന്റ് ക്ലയന്റ് വന്നു. കരൂട്ടോ അയാനോട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അയാൻ ചെന്നപ്പോൾ കണ്ടത് ടക്കോമി മിനാട്ടോയി ആയിരുന്നു. ടക്കോമി ഒരു ഫേമസ് ഐഡലാണ്. അയാൻ പോലും ആരാധിക്കുന്ന വ്യക്തി. അല്പം നെർവസ് ആയിരുന്നെങ്കിലും അയാൻ നല്ല രീതിയിൽ തെറാപ്പി ചെയ്തു. ടക്കോമിക്കും അത് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് അയാൻ തിരികെ താൻ താമസിക്കുന്ന ഇടത്തേക്ക് എത്തിയപ്പോൾ ഫ്രെഡും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരു നിമിഷം അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. താൻ കുറച്ചുനാൾ അവിടെ തങ്ങാൻ വന്നതാണെന്നും ടക്കോമിയുടെ കൺസേർട്ട് നടക്കുന്നുണ്ട്, അത് കാണുന്നതും തന്റെ ലക്ഷ്യത്തിലുണ്ടെന്ന് അവൻ പറഞ്ഞു. ടക്കോമിയുടെ വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഫ്രെഡും. അടുത്ത മസാജിനും അയാനെ തേടി ടക്കോമി എത്തി. അന്ന് മസാജൊക്കെ കഴിഞ്ഞപ്പോൾ ടക്കോമി അവളെ പുറത്തൊരു ഡേറ്റിന് വിളിച്ചു. അയാന് ഞെട്ടലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ടക്കോമി അത് വേണമെന്ന് കട്ടായം പറയുകയും 5 മണിക്ക് സെലൂണിനടുത്തുള്ള സ്റ്റെയറിനടുത്ത് കാത്തു നിൽക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ടക്കോമിയെപ്പോലെ ഒരാൾ തന്നെ ഡിന്നറിന് വിളിക്കും എന്നത് അയാന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഒരുങ്ങും എന്നവൾ കൺഫ്യൂസ്ഡായി നിന്നു. അവളുടെ കൺഫ്യൂഷനും ടെൻഷനും അവിടെ ഉണ്ടായിരുന്ന ഫ്രെഡിനും മനസ്സിലാവുമായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റായ ഫ്രെഡ് തന്നെ അവളെ സഹായിച്ചു. ഫ്രെഡ് അവളെ അത്രമേൽ സുന്ദരിയായി അണിയിച്ചൊരുക്കി. ടക്കോമിക്കായി അയാൻ പറഞ്ഞെടുത്ത് കാത്തുനിന്നു. വൈകാതെ ടക്കോമി എത്തി അയാനെ കൂട്ടിക്കൊണ്ടുപോയി. മടിയോടെ അല്പം നീങ്ങിയായിരുന്നു അയാൻ നടന്നതുപോലും. വൈകാതെ അവർ ആ വലിയ റെസ്റ്റോറന്റിൽ എത്തിച്ചേർന്നു. അയാൻ അവിടുത്തെ ഭംഗി കണ്ട് ആസ്വദിച്ചു. അവിടെ വെച്ച് പെട്ടെന്ന് പോക്കോ പോക്കോ ഗെയിമിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അയാൻ ശ്രദ്ധിച്ചു. അവളുടെ ഫോൺ എടുത്തു നോക്കുമ്പോൾ അത് അവളുടേതിൽ നിന്നായിരുന്നില്ല, ടക്കോമിയുടേതിൽ നിന്നായിരുന്നു. അയാനും ആകെയും കളിക്കുന്നുണ്ട് എന്നത് ടക്കോമിയെ അതിശയിപ്പിച്ചു. അവളുടെ ലെവൽ 900 എത്തിച്ചേർന്നിരുന്നു. എങ്ങനെയാണ് ഗെയിമിൽ പെട്ടെന്ന് വിജയിയാകുന്നത് എന്ന് അയാൻ ടക്കോമിക്ക് കാണിച്ചു കൊടുത്തു. ടക്കോമി അതിൽ ഇംപ്രസ്ഡ് ആയി. ടക്കോമി അവളെ ഗെയിമിൽ ഒരു ഫ്രണ്ടായി ആഡ് ചെയ്തു. ഗെയിമിൽ താൻ ഒരു ക്ലോവർ അയക്കുമ്പോൾ താൻ അയാനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം എന്ന് ടക്കോമി അവളോട് പറഞ്ഞു. ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ടക്കോമി എന്തുകൊണ്ടാണ് തന്നെ ഡിന്നറിന് ക്ഷണിച്ചത്, തന്നിലൊരു സ്പെഷ്യാലിറ്റിയും ഇല്ലല്ലോ എന്ന് അയാൻ അവനോട് തന്നെ ചോദിച്ചു. ടക്കോമി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒന്നിച്ച് ഡിന്നർ കഴിക്കാൻ സാധിച്ചതിലും തനിക്കേറെ സന്തോഷമുണ്ടെന്ന് അവൻ മറുപടിയായി പറഞ്ഞു. അടുത്ത ദിവസം മസാജിംഗ് സെന്ററിലേക്ക് സ്പെഷ്യൽ ക്ലയന്റായ യോക്കോഹാമ എത്തിയിരുന്നു. കുരാട്ടയെ 60ാമത്തെ പിറന്നാൾ ആഘോഷത്തിന് ക്ഷണിക്കുവാൻ യോക്കോഹാമ എത്തിച്ചേർന്നതായിരുന്നു അവിടെ. പക്ഷേ ഒസാക്കയിൽ കുരാട്ടയ്ക്ക് ഒരു വർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അയാനോട് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോകുവാൻ കുരാട്ട ആവശ്യപ്പെട്ടു. യോക്കോഹാമയും അയാനെ ക്ഷണിക്കുകയും ചെയ്തു. ആദ്യം അയാനൊന്നും അടിച്ചു നിന്നെങ്കിലും കുരാട്ട നിർബന്ധിച്ചപ്പോൾ അയാൻ അതിന് തയ്യാറായി. കുറച്ചു ദിവസത്തിനു ശേഷം യോക്കോഹാമയുടെ പാർട്ടിയിലേക്ക് അയാനെത്തി. അവിടെ വെച്ച് അവൾ ഹയാട്ടോയെ കണ്ടു. ഹയാട്ടോ അപ്പോഴേക്കും ഒരു നടനായി മാറിയിരുന്നു. അവിടെ ഫുജിഷിറോ എന്നു പേരുള്ള മറ്റൊരു ആക്ട്രസും ഉണ്ടായിരുന്നു. ടക്കോമി പറഞ്ഞ അയാനെ ഫുജിഷിറോക്ക് പരിചയമുണ്ടായിരുന്നു. അവർ സംസാരിക്കുമ്പോൾ ഹയാട്ടോയുമായുള്ള അയാന്റെ പരിചയത്തെപ്പറ്റി ഫുജിഷിറോ ചോദിച്ചു. തന്റെ സീനിയർ ആയിരുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അവളുടെ സംസാരത്തിലും ഭാവത്തിൽ നിന്നും ഒക്കെയായി ഹയാട്ടോ അവളുടെ ഫസ്റ്റ് ലവ് ആയിരുന്നിരിക്കണം എന്ന് ഫുജിഷിറോ ഊഹിച്ചെടുത്തു. പിന്നാലെ ഫുജിഷിറോ ഹയാട്ടോയുടെ അടുത്തെത്തി ഹയാട്ടോയുമായി സംസാരിക്കാൻ തുടങ്ങി. താൻ ഈ അയാന്റെ ഒരു ഫാൻ തന്നെയാണെന്നും ടക്കോമി എപ്പോഴും ദൈവത്തിന്റെ കൈകളാ അവൾക്കുള്ളത് എന്ന തരത്തിൽ പറയാറുണ്ടായിരുന്നെന്നും അന്നു മുതൽ അവളോട് എനിക്ക് ആരാധനയായിരുന്നെന്നും പക്ഷേ ഇപ്പോൾ ടക്കോമി അവളുമായി അടുപ്പത്തിലാണ് എന്നുമൊക്കെ അവൾ ഹയാട്ടോയോട് പറഞ്ഞു. പിന്നാലെ ഫുജിഷിറോ ഹയാട്ടോയോട് തനിക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഹയാട്ടോയും സമ്മതിച്ചു.
പിന്നാലെ ഹയാട്ടോ അയാന്റെ അടുത്തെത്തി നമുക്ക് സംസാരിച്ചാലോ എന്ന് ചോദിച്ചു. അവർ ഒന്നിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. താനും ടക്കൂമിയും ഒരേ ടാലന്റ് ഏജൻസിയുടെ ഭാഗമാണ് എന്ന് ഹയാട്ടോ അവളോട് പറഞ്ഞു. ടക്കൂമി തന്നേക്കാൾ സീനിയർ ആണെന്നും ടക്കൂമിയുടെ സ്ഥാനത്തെത്താൻ താൻ ഒരുപാട് ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നുമൊക്കെ അവൻ കൂട്ടിച്ചേർത്തു. പിന്നാലെ നിങ്ങൾ എന്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാനിതുവരെയും നിങ്ങളെ കണ്ടതായി പോലും ഓർക്കുന്നില്ല. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ താൻ അങ്ങനെ മറക്കേണ്ടതല്ലോ എന്ന തരത്തിൽ ഹയാട്ടോ പഞ്ചാരയടിച്ചു. നമ്മളൊന്നിച്ച് ഒരു സ്കൂളിലാ പഠിച്ചിരുന്നത് എന്ന് ഞാൻ മറുപടിയായി പറഞ്ഞു. നമ്മൾ വ്യത്യസ്ത ഗ്രേഡുകളിലായിരുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. പെട്ടെന്ന് ഹയാട്ടോ അയാനെ ചുംബിച്ചു. അത് അയാനെ ഞെട്ടിപ്പിച്ചിരുന്നു. അവൾക്കത് സർപ്രൈസിംഗുമായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവളുടെ ജീവിതത്തിലെ ആദ്യ ചുംബനം. പാർട്ടിക്ക് ശേഷം അയാൻ അവിടെ നിന്ന് പോവാൻ ഇറങ്ങുമ്പോൾ ടക്കൂമിയെയും ഫുജിഷിറോയെയും അവൾ ഒന്നിച്ചു കണ്ടു. അവർ തമ്മിൽ വലിയ അടുപ്പമുള്ള പോലായിരുന്നു കാണപ്പെട്ടത്. ആ സമയം ടാലന്റ് ഏജൻസിയുടെ ഭാഗമായ മിസ് അസോ അങ്ങോട്ടേക്ക് വരികയും അവർ എത്ര നല്ല കപ്പിൾസ് ആണെന്ന് നോക്കൂ എന്ന തരത്തിൽ കമന്റ് പറയുകയും ചെയ്തു. ടക്കൂമി എല്ലാ പെണ്ണുങ്ങളോടും ഇത്തരത്തിൽ ഫ്ലേട്ടൊക്കെ ചെയ്യാറുണ്ടെന്നും അതുകൊണ്ട് അവൻ അയാനെടുക്കലും അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ആയൊന്നും കാണേണ്ടതില്ല എന്നും മാസോ പറഞ്ഞു. അയാൻ അവിടെ നിന്ന് പോവാനായി ഇറങ്ങുമ്പോൾ മിസ്റ്റർ യോക്കോഹാമ അങ്ങോട്ടേക്ക് വന്നു. അവളെ താൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ലിഫ്റ്റിൽ താഴേക്ക് വരാൻ നേരം ലിഫ്റ്റിൽ വെച്ച് യോക്കോഹാമ അയാനോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ യോക്കോഹാമയുടെ ഭാര്യ കൃത്യസമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് അയാൻ രക്ഷപ്പെട്ടു. അടുത്ത ദിവസം അയാൻ ജോലിസ്ഥലത്ത് ദുഃഖിതയായി കാണപ്പെട്ടു. ടക്കൂമിക്ക് മറ്റൊരു ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന തരത്തിലുള്ള അറിവൊക്കെയായിരുന്നു അവളെ വേദനിപ്പിച്ചത്. പിന്നാലെ അങ്ങോട്ടേക്ക് ഹയാട്ടോ കടന്നു വന്നു. അന്ന് ടക്കൂമി വരില്ലെന്നും അവന്റെ സ്ഥാനത്ത് താനാണ് തെറാപ്പിക്ക് വന്നിരിക്കുന്നത് എന്നും അവൻ പറഞ്ഞു. വൈകാതെ തെറാപ്പി സെഷൻ ആരംഭിച്ചു. സെഷനിടയിൽ പെട്ടെന്ന് ഹയാട്ടോ എഴുന്നേറ്റ് അയാനടുക്കൽ തന്റെ ഒപ്പം ഡേറ്റിന് വരുന്നോ എന്ന് ചോദിച്ചു. ഹയാട്ടോ അത് പറഞ്ഞതിന് പിന്നാലെ അങ്ങോട്ടേക്ക് ടക്കൂമിയും കടന്നു വന്നു. അവനെ അവിടെ ആ സമയം അങ്ങനെ കണ്ട് ടക്കൂമി അവനോട് നീ എന്താ ഇപ്പോൾ ഇവിടെ എന്ന് ചോദിച്ചു. ഹയാട്ടോ കളവ് പറഞ്ഞ് ടക്കൂമിയുടെ സ്ഥാനത്ത് വന്നതായിരുന്നു. ഇന്ന് ടക്കൂമി ബിസിയാണെന്ന് മിസ് അസോയിൽ നിന്ന് താൻ അറിഞ്ഞെന്നും അതുകൊണ്ട് നിന്റെ അപ്പോയിന്റ്മെന്റ് ഞാനെടുത്തതാണ് എന്നും ഹയാട്ടോ ടക്കൂമിയോട് പറഞ്ഞു. ടക്കൂമി പിന്നാലെ അയാന്റെ മുമ്പിലെത്തി. താനും ഫുജിഷിറോയും നേരത്തെ ബ്രേക്കപ്പ് ആയതാണ് എന്ന് അവളോട് പറഞ്ഞു. അന്ന് രാത്രി ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കുകയായിരുന്നെന്നും അതാണ് അയാൻ കണ്ടത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. വൈകാതെ അവർ അന്നും ഡിന്നറിന് പോയി. അവരുടെ ഫസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്ന അതേ റെസ്റ്റോറന്റിൽ തന്നെ. ഫുജിഷിറോയെ പറ്റി നേരത്തെ പറയാതിരുന്നതിന് ടക്കൂമി അയാനോട് ക്ഷമ ചോദിച്ചു. തന്നെ പറ്റിയും ടക്കൂമിക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. അവർ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ഫുജിഷിറോ കടന്നു വന്നു. അയാനെ ഡൊസുക്കോ എന്ന് കളിയാക്കി വിളിച്ചുകൊണ്ടായിരുന്നു അവളുടെ വരവ്. പിന്നാലെ അയാന്റെ പഴയൊരു ചിത്രം അവൾ ടക്കൂമിയെ കാണിച്ചു. ആ ഫോട്ടോ കണ്ട് ടക്കൂമിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പഴയ അയാനും ഇപ്പോഴത്തെ അയാനും അത്രമേൽ വ്യത്യാസമുണ്ടായിരുന്നു. പിന്നാലെ അയാൻ തന്നെ അത് താനാണെന്ന് സമ്മതിച്ചു. താൻ തന്റെ വെയിറ്റ് കുറച്ചതിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും അവൾ കൂട്ടിച്ചേർത്തു. മിലിന് ശേഷം റൂമിൽ ഒരുപാട് സമയം താൻ തനിച്ചായിരുന്നെന്നും അപ്പോഴാണ് ഗെയിമിങ്ങും മറ്റും ആരംഭിച്ചത് എന്നുമൊക്കെ അവൾ വ്യക്തമാക്കി. അവിടെ തുടരാൻ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നിയ അവൾ ടക്കൂമിയോട് ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ടക്കൂമി അവളെ പിടിച്ചു നിർത്തുവാൻ അവളുടെ പിന്നാലെ ഓടിയിറങ്ങി. നിർഭാഗ്യവശാൽ അവനോട് പുറത്ത് അവളുടെ അടുത്ത് എത്തിയപ്പോഴേക്കും കുറെ പാപ്പരാസി മീഡിയ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ മഞ്ഞപ്പത്രക്കാർ അവരുടെ ഫോട്ടോസ് പകർത്തുകയും പിന്നീട് അങ്ങോട്ടേക്ക് അവരെപ്പറ്റി ഗോസിപ്പ് വാർത്തകൾ നിറയ്ക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഫുജിഷിറോയുടെ അടുത്തും അഭിപ്രായങ്ങൾ ചോദിക്കാൻ പത്രക്കാർ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഫുജിഷിറോ മറ്റൊരു എക്സ്പ്ലനേഷനാണ് നൽകിയത്. താനും അന്ന് ആ പെൺകുട്ടിക്കും ടക്കൂമിക്കും ഒപ്പം അവിടെ ഉണ്ടായിരുന്നെന്നും ആ പെൺകുട്ടി യാഥാർത്ഥ്യത്തിൽ ഹയാട്ടോയുടെ ഗേൾഫ്രണ്ട് ആണ് എന്നുമായിരുന്നു ഫുജിഷിറോ വിശദീകരിച്ചത്. ഞെട്ടലോടെയായിരുന്നു ടിവിയിൽ അത് അയാൻ കണ്ടത്. പിന്നാലെ അങ്ങോട്ടേക്ക് ഹയാട്ടോയും കടന്നു വന്നു. പ്രശ്നം കൂടുതൽ വഷളാവാതിരിക്കുവാനും ഗോസിപ്പ് വിവാദം പരക്കാതിരിക്കുവാനും ഒക്കെ അടക്കി തീർക്കുവാൻ കമ്പനിയുടെ മേജർ ഷെയറുള്ള മിസ്റ്റർ യോക്കോഹാമയുടെ ഐഡിയയായിരുന്നു ഫുജിഷിറോയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് ഹയാട്ടോ വ്യക്തമാക്കി. ടക്കൂമിയുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുന്ന പ്രശ്നത്തിൽ നിന്നും ടക്കൂമിയെ രക്ഷപ്പെടുത്താനും കമ്പനിയുടെ പേര് നിലനിർത്താനും കുറച്ചു നാളത്തേക്ക് തനിക്കിനി അയാന്റെ ബോയ്ഫ്രണ്ടായി അഭിനയിക്കേണ്ടി വരും എന്നും ഹയാട്ടോ വ്യക്തമാക്കി. ടക്കൂമിയുടെ കരിയറും ഭാവിയും അതുകൊണ്ടൊക്കെ ഇല്ലാതാകും എന്നറിഞ്ഞതും അയാനും സങ്കടമായി. അതുകൊണ്ട് ടക്കൂമിയുടെ ഭാവി സംരക്ഷിക്കാൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണോ അതുപോലെ ചെയ്യുവാൻ അവൾ തീരുമാനിച്ചു. ആ സമയം ഹയാട്ടോ ഒരു പടി കൂടി കടന്ന് എന്തിനാണ് അഭിനയിക്കുന്നത്, എന്റെ യഥാർത്ഥ ഗേൾഫ്രണ്ട് ആയിക്കൂടെ എന്ന് അയാനോട് ചോദിച്ചു. മീഡിയയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാന്റെ ഗ്രാമത്തിലേക്ക് യാമനാസിയിലേക്ക് പോയാലോ എന്നുള്ള സജഷനും അവൻ മുമ്പിലേക്ക് വെച്ചു. അയാനും അതിന് സമ്മതിച്ചു. അവരൊന്നിച്ച് യമനാസിയിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ അവരൊരു ഹോട്ടലിൽ തങ്ങിയിരുന്നു. അവിടെ വെച്ച് ഹയാട്ടോ അയാനെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. അയാൻ എതിർത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്തിനാ തന്നോടിങ്ങനെ പ്രവർത്തിക്കുന്നത്
പ്രവർത്തിക്കുന്നത് എന്നവൾ അവനെ ചോദ്യം ചെയ്തു. തന്നെപ്പറ്റി അവനൊന്നും ഓർമ്മയില്ലല്ലോ, എന്നിട്ടും ഇത്തരത്തിൽ പെരുമാറുന്നത് എന്തിനാണ് എന്നൊക്കെ അവൾ കുത്തി ചോദിച്ചു. നമ്മുടെ പാസ്റ്റിനെ പറ്റി ഫുജിഷിറോ തന്നോട് പറഞ്ഞെന്നും അയാന്റെ ഫസ്റ്റ് ലവ് താനായിരുന്നു എന്ന് കൂട്ടിച്ചേർത്തെന്നും ഹയാട്ടോ ആ സമയം വ്യക്തമാക്കി. അയാൻ പണ്ട് തടിച്ചു പ്രകൃതമുള്ളവളായിരുന്നു എന്നത് താൻ ഓർക്കുന്നില്ലെന്നും, പക്ഷേ അവളെ കളിയാക്കി വിളിച്ച ഡൊസുക്കോ എന്ന പേര് ഒരുപാട് ക്രൂരമായി പോയതായും തനിക്കിപ്പോൾ തോന്നുന്നതായും അതിൽ കുറ്റബോധമുണ്ടെന്നും ഹയാട്ടോ തുറന്നു പറഞ്ഞു. ടക്കോമി തങ്ങളെ ഒന്നിച്ചു കണ്ടാൽ അത് പ്രശ്നമാകുമെന്നും ഫുജിഷിറോയുമായി അവൻ വീണ്ടും ഒന്നിച്ചാകും എന്നുമൊക്കെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴായിരുന്നു അയാന് കാര്യം വ്യക്തമാകുന്നത്. ഹയാട്ടോക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടമാണ്. ടക്കോമിയേക്കാൾ മുകളിൽ തന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാനാണ് ഹയാട്ടോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കളികളാണ് അവൻ കളിക്കുന്നതും ഒക്കെ ആലോചിച്ച് അപ്സെറ്റായി അവൾ ഹയാട്ടോയുടെ മുഖത്തടിച്ചു. തന്നോട് ഡിസ്റെസ്പെക്ട്ഫുള്ളായാണ് അവൻ പെരുമാറിയത് എന്നും അവൾ കരുതിയിരുന്നു. ഹയാട്ടോയെ വിട്ട് അയാൻ അവിടെ നിന്ന് പോന്നു. ഗ്രാമത്തിലെത്തി ഫാമിലേക്ക് നടക്കുമ്പോൾ പണ്ടുണ്ടായ അതേ ഇൻസിഡന്റ് വീണ്ടും സംഭവിച്ചു. വലിയ ബുദ്ധപ്രതിമ കൊണ്ടുപോവുകയായിരുന്ന വണ്ടിയിൽ നിന്നും പ്രതിമ കെട്ടുപൊട്ടി വീണ് അവളുടെ നേരെ ഉരുണ്ടുവരാൻ തുടങ്ങി. അവൾ ഓടിമാറാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ ഇത്തവണയും അവളെ രക്ഷിക്കാൻ ഒരാളെത്തി. അത് ടക്കോമിയായിരുന്നു. അവളെ വീണ്ടും കണ്ടതിൽ ടക്കോമിക്ക് അത്രമേൽ സന്തോഷമുണ്ടായിരുന്നു. അവളെ തേടി എത്തിയതായിരുന്നു ടക്കോമി. അവളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നെങ്കിലും അത് തനിക്ക് പ്രശ്നമേ അല്ലെന്നും താൻ അവളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നും ടക്കോമി വ്യക്തമാക്കി. ടക്കോമിയെ പിന്തുടർന്ന് മന്നപത്രക്കാരുടെ സംഘവും അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അയാന്റെ കൈപിടിച്ച് ടക്കോമി അവിടെ നിന്ന് ഓടിമാറി. ഭാഗ്യവശാൽ അയാന്റെ സുഹൃത്ത് അങ്ങോട്ടേക്ക് എത്തുകയും അവരെ കാറിൽ കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്തു. അവർ നേരെ അയാന്റെ ഫാമിലേക്കെത്തി. അവരന്ന് അവിടെയായിരുന്നു ചിലവഴിച്ചത്. ടിവിയിൽ ആ സമയം ഫുജിഷിറോയുടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഫുജിഷിറോ പത്രക്കാരുടെ മുമ്പിൽ സത്യങ്ങൾ ക്ഷമാപണത്തോടെ തുറന്നു പറയുകയായിരുന്നു. തങ്ങൾ ആദ്യമേ ആക്ടേഴ്സ് എന്ന രീതിയിലാണ് മീറ്റ് ചെയ്തതെന്നും തന്റെ പ്രതിസന്ധിയിലൊക്കെയും ടക്കോമി സപ്പോർട്ട് ചെയ്ത് തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ടക്കോമി ഏറെ പ്രതിസന്ധിയിലുള്ള ഈ സമയത്ത് ടക്കോമിയുടെ ഒപ്പം നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നതായും അവൾ വ്യക്തമാക്കി. തന്റെ മനസ്സിൽ ടക്കോമിയോടുള്ള ആരാധനയും പ്രണയവും അവൾ അതിൽ തുറന്നു പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടതും ടക്കോമിയും വല്ലാതായി. അവിടെ നിന്ന് അവൻ തിരികെ പോയി. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാൻ ടക്കോമിയെ അവർ ഡേറ്റിന് പോയിരുന്ന റെസ്റ്റോറന്റിൽ വെച്ച് വീണ്ടും കണ്ടു. ഫുജിഷിറോയോടുള്ള തന്റെ ബഹുമാനം അവിടെ വെച്ച് അയാൻ പറഞ്ഞു. ടക്കോമിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ലോകത്തിനു മുമ്പിൽ അവന്റെ കൂടെ നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നവൾ തുറന്നു പറഞ്ഞത്. ഫുജിഷിറോയുടെ അത്രയും ധൈര്യമൊന്നും തനിക്കില്ല. എന്നിരുന്നാലും താൻ അങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. ആദ്യം എനിക്ക് കുറച്ച് സമയം വേണം. എനിക്കൊരു ബെറ്റർ പേഴ്സണായി മാറണം. ലോകത്തിനു മുമ്പിൽ ടക്കോമിയോടുള്ള പ്രണയം തുറന്നു പറയാനുള്ള ധൈര്യം കൈവരുമ്പോൾ താൻ വീണ്ടും ടക്കോമിയെ വന്നു കാണും. താനും ടക്കോമിയെ പ്രണയിക്കുന്നുണ്ട്. അയാൻ വരുന്നവരേക്കും അവൾക്കായി താൻ കാത്തിരിക്കും എന്ന് ടക്കോമി അവൾക്ക് വാക്കുകൊടുത്തു. എന്നുവെച്ച് ഒരുപാട് കാലം തന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് എന്നും ചിരിയോടെ അവൻ കൂട്ടിച്ചേർത്തു. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് അയാനും ടക്കോമിയും ഒന്നിക്കും എന്ന സൂചനയോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.